ആരുടെ മോളാണ്? ചേച്ചി ഇത് ചേട്ടന് കൊടുക്കുവോ? ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇസൂനുവാലിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ആറ്റിങ്ങലിലെ വീട്ടിലേക്ക് ലോ ഫ്ലോർ ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈതുട്ടൻ്റെ ഇരിക്കുകയാണ് അവിടെ ചിരിച്ചുകൊണ്ട്. എന്തോ എന്തോ മമ്മിയുടെ ഫോണാണോ അത്? മമ്മിയുടെ ഫോണാണ്. അച്ഛനാണെങ്കിലും എൻ്റെ അമ്മാമ്മയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം. ഇത്ര ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ, വീട്ടിൽ നിന്നൊരു 30-35 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ കൊണ്ടുപോയി കാണിക്കും ഞങ്ങൾ. പിന്നെ അവിടെ വേറെയും ആൾക്കാരുണ്ടല്ലോ, അവൻ്റെ ഫേവറേറ്റ് അമ്മമ്മേനെ കാണാതിരിക്കാൻ കുറേ ദിവസം കാണാണ്ടിരിക്കാൻ അവനും പറ്റത്തില്ല, അമ്മമ്മയ്ക്കും അവനെ കുറേ ദിവസം കാണാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അമ്മ എത്ര വയ്യെങ്കിലും ഇവൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൈയൊന്നും ബസ്സിലൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന്. ഇവൻ അത്യാവശ്യം നല്ല അലമ്പൊക്കെയായിരുന്നു. അവിടെ ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ഉമ്മയൊക്കെ കൊടുക്കും. ഇവിടെ സീറ്റിനാവും. സോ ഡിയേഴ്സ്, ഇതാണ് നിയമസഭാ മന്ദിരം. ട്രിവാൻഡ്രംകാരെപ്പോഴും കാണുന്ന തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഇല്ലാത്തവരുണ്ടല്ലോ, അവരെ വേണ്ടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈതൂട്ടൻ അത്യാവശ്യം അലമ്പിയൊക്കെ തുടങ്ങിയപ്പോൾ ഡാഡ പിടിച്ചു വെച്ച് എങ്ങനെയൊക്കെയോ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പപ്പടം ഉണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേ ഈതൂട്ടൻ ചാടി അമ്മയുടെ തോളത്ത് കയറി കേട്ടോ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട, അമ്മയുടെ കൂടെ തന്നെ ഇരുന്നോളും. ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ? വീട്ടിലല്ല കേട്ടോ ആ ഡോഗ്, നമുക്കറിയില്ല ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ വട്ടം വീട്ടിൽ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ പേടിയാണ് സത്യം പറയുവാണെങ്കിൽ. എനിക്കിവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അത്ര ധൈര്യമൊന്നുമില്ല. ഇസുവാലിയും ഞാൻ ഡോഗായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, അവരെൻ്റെ മക്കളാണല്ലോ, അതുകൊണ്ട് അവരുടെ അടുത്ത് എനിക്ക് ആ ഒരു സാധനം ഇല്ല. പക്ഷേ എനിക്കറിയാം ഇവരൊക്കെയും പാവങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു പേടിയുണ്ട്. പക്ഷെ ഞാൻ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ, അങ്ങനെ താലോലിക്കാനുള്ള മനോധൈര്യമൊന്നും എനിക്കില്ല. ഏതുകൊണ്ടും അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ബൗ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇസുവിൻ്റെ കളറായതുകൊണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലാവും എൻ്റെ ചേച്ചി അല്ല എന്ന്. അപ്പോൾ ബൗ എന്ന് പറയുന്നുണ്ട്. പിന്നെ പതിവ് പോലെ ചിക്കുമോനും അമ്മയും കൂടി അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് പുതുതായിട്ട് മേടിച്ച കേട്ടോ, ഗ്യാസ് ഗ്രീൻ ചിപ്പിൻ്റെ നല്ലതായിരുന്നു. ഏതൂടിനാണെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി സോക്സ് കൊടുത്തിട്ട് ഊരാൻ പറഞ്ഞു. ഊരി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അമ്മാമ്മയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മാമ്മയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അത് ഇട്ട് കൊടുക്കാൻ. പിന്നെ അമ്മയുടെ ഫോൺ എടുത്തു വെച്ച് സൂർജേട്ടൻ നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ബഹളം ഉണ്ടാക്കി പോവുകയാണ്. അത് അമ്മാമ്മയുടെ ആണ് എന്ന് പറഞ്ഞിട്ട് പോയി സൂർജേൻ്റെ അത് മേടിക്കാനായിട്ട് ആൾ നോക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോന്നേ ആരും പറഞ്ഞില്ലേ? ചേട്ടാ അന്നത്തെ മാത്രം കുഞ്ഞാവ മിക്കിയാണത്, മിക്കി. അതൊക്കെ അറിയാം. എങ്ങനെ വിളിക്കും? ഇവൻ ഇവിടെ വരുമ്പോൾ കളിക്കാനായിട്ടുള്ള മിക്കാണ് കേട്ടോ. ഇത് അമ്മ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പൊടിയൊന്നും ഒടിക്കാതിരിക്കാൻ. അവനത് നേരെ പോയി എടുത്തു. നല്ല ഓർമ്മയുണ്ട് കേട്ടോ, 2 മാസമായി ചെന്നിട്ട്, എങ്കിലും അവന് നല്ല ഓർമ്മയുണ്ട്. 2 അല്ല 1 മാസമാണെന്ന് തോന്നുന്നു. നല്ല ഓർമ്മയുണ്ട് അത് എവിടെ ഇരുന്നതെന്നൊക്കെ. എന്നിട്ട് അമ്മാമ്മ വിളിച്ചുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. വിളിച്ചാൽ പോവാതെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ, ഡീസൻ്റ് ആണ് ആള്. ലൈറ്റ് ഇല്ലാത്ത എന്താണെന്നല്ലേ, ഇവിടെ കറണ്ട് ഇല്ല, കുറച്ച് ദിവസമായിട്ട് 1.5 വിട്ട് കറണ്ട് എന്തോ പണി നടക്കാമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതുകൊണ്ട് ആസ് യൂഷ്വൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ അവന് ചെയറില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അവൻ ചെയറിലിരുന്നല്ലേ കഴിക്കുന്നത്. അപ്പോൾ അവൻ ഇടയ്ക്ക് അമ്മയോട് മിക്കിയിൽ പോയിരിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാര്യം അവൻ ആ ചെയറിലിരുന്ന് കഴിച്ച് ശീലിച്ചുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നതൊന്നും അവൻ അത്ര ഇഷ്ടമല്ല. അപ്പം അമ്മ കുറച്ച് നേരം അവിടെ ഇരുത്തി കൊടുത്തു. പിന്നെ ചേട്ടാ എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഷോപ്പിലായിരുന്നു, അപ്പം ഷോപ്പ് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ദേ ഞാൻ പറഞ്ഞ 2ാമത്തെ ആളിതാണ്. ഇവൾക്കും ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവളെന്നെ ഓടി വന്നു. ഞാൻ പേടിച്ചു പോയി, എനിക്ക് പേടിയായി. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാൻ വന്നതാണ് കേട്ടോ, ആള് പാവമായിരുന്നു. അപ്പം ഞാൻ 2
രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തു. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേർക്ക് ചോറൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് വന്നു. സൂക്ഷ്മ ദർശിനിയായിരുന്നു സിനിമ. ഇറങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ ഞങ്ങൾക്കൊരു നസ്രിയും ബേസിലിനെ ഇഷ്ടമായതുകൊണ്ട് സിനിമ നല്ലതാണെന്ന് കേട്ടുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നായിരുന്നു. പക്ഷേ വർത്തായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. ആൾ കുറവായിരുന്നു. കുറേ നാളായില്ലേ OTT റിലീസ് വരാറായി. അതുകൊണ്ട് തന്നെ ആൾ കുറവായിരുന്നു. പക്ഷെ നല്ല സിനിമയായിരുന്നു. ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വർക്കല ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി, അമ്മയും കുഞ്ഞും എല്ലാവരും കൂടി. പക്ഷെ മഴക്കോളുള്ളതുകൊണ്ടാണ് പിന്നെ സിനിമയെന്നാക്കിയത്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ ഇറങ്ങി. വന്നപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കാതെ നമ്മൾ ഇറങ്ങുമായിരുന്നു. നമ്മുടെ അവിടെ നിൽക്കുന്ന ആളോട് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട്, ഈ ആളെക്കാട്ടി മെച്ച ആളാണ് കേട്ടോ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നത്. ഇപ്പം അവളവിടെ കണ്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ് ഫുഡൊക്കെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതൂട്ടൻ അവൻ്റെ മാമുമായിട്ടൊക്കെ നല്ല കമ്പനി കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അമ്മമ്മ കൂടെ ചെല്ലും എന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. ബസ്സിലൊക്കെ കയറിയിട്ട് അപ്പം തന്നെ അങ്ങ് ഉറങ്ങി. ഓട്ടോയിലൊക്കെ കയറിയ സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. കുഞ്ഞ് സൂർജൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കയ്യിലിരുന്നുള്ള പ്രശ്നം, എപ്പോഴും പാലിന് വേണ്ടി ബഹളം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സൂർജൻ്റെ ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അത് മേടിക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പാഴ്സൽ മേടിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നില്ല. പിന്നെ വീണ്ടും ലേറ്റ് ആവില്ലേ, ഇസുവാലി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ പാഴ്സൽ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഇസുവിനൊരു മരുന്ന് മേടിക്കാനായിട്ട്, ഇതാണ് ഇസുവിനെ കാണിക്കുന്ന ഡോക്ടറുടെ ക്ലിനിക്ക്, അവിടേക്ക് വന്നു. അവിടേക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ക്ലിനിക്കിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ വീട്ടിൽ വന്നാണ് ഇസുവിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇസുവിന് മാത്രമല്ല ആലിക്കും എല്ലാം. അപ്പം ഇസുവിൻ്റെ സർജറി ചെയ്തൊക്കെ ഡോക്ടറായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ. ഹാർട്ട് ഡിസീസിൻ്റെ സിംറ്റംസ്, കിഡ്നി ഡിസീസിൻ്റെ സിംറ്റംസ്, അങ്ങനെ കുറേ ഞാനിത് വായിച്ചു നോക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീഡ്സ് ഒക്കെ അവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതോട്ട് അത് നോക്കിയിട്ട് ചേച്ചി ചേട്ടാ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് ആരാടാ? ഇതൊക്കെ ആരാ? ഇത് അമ്പകടയും ചേച്ചി ചേട്ടാന്ന് വിളിക്കുന്നുണ്ടായി. ഇതിൽ ഏതാ ചേച്ചി? ഇതേ ഇരിക്കുന്ന നിന്റെ ചേച്ചി പോലെ തന്നെ. നോക്കണേ, സൈഡിൽ പിടിക്കല്ലേ, വലിച്ചു കയറും. ചേച്ചി ഇതിന് ചേട്ടൻ എന്ത് ചെയ്യും? പക്ഷെ ഇതിനെ പോലെ അല്ലേ ആലി? ആലി ലാസ്റ്റ് എപ്പിസോഡ് അതുപോലെ ഇരിക്കുന്നത്. കളർ കണ്ടിട്ടാ. ശരി, ഫേസ് ഒക്കെ ഇതുപോലെ. ഫേസ് ഒക്കെ അതും കളറാണ് മാത്രമേ തന്നെ. അതിന്റെ മുഖം കണ്ടോ ഫ്രണ്ടിലോട്ട്? അതിനടുത്ത് നിന്ന് മാറ്റിയപ്പോൾ പിന്നെ ഒരുത്തം ബഹളമായിരുന്നു കേട്ടോ. അതിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കൊക്കെ കൊടുത്തു. രണ്ടുപേർക്ക് നല്ല സന്തോഷമായി. എന്തുവാടാ നീ കൊടുക്കാന്നോ? നീ കൊടുക്കാനായില്ല. ഇസുവിനും ആലിക്കും അത് അവന് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം. വന്ന് കയറിയപ്പോൾ രണ്ടുപേരും കൂടി അനിയനെ എന്താ പറയുക സ്നേഹിച്ച് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ പറയാം. ഇസു കുറേ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉമ്മ കൊടുത്തു. കുറച്ച് നേരം കാണാതിരുന്നുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം ഇവർ ഈ ഹൈറ്റ്സ് ഇരുന്ന് ഇത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആ സെറ്റ് നേരെ ഇടാനായിട്ട് നോക്കുന്നത്. സെറ്റ് അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് അവൻ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സൂർജനെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ വയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കും. മമ്മയുടെ ഫോണല്ലേ? താടെ എടുത്തു വരണോ? വരാല്ലോ. നിനക്ക് പറ്റും. അത് മമ്മയുടെ ആണ്. ഡാഡ എന്നോടും വന്ന് പറഞ്ഞു, ഡാഡ അടുത്ത് വന്ന് നിക്കാൻ പറഞ്ഞു കേട്ടോ. ഇല്ല, അവനെ ക്രോസ് ചെയ്താ പോയെ. അതിലൊന്ന് ഞെട്ടി. കൊണ്ടോടോ മോനെ? ഇല്ലല്ലോ. എന്ത് ഞങ്ങൾ പേടിച്ചു. സൂക്ഷിച്ച് കണ്ടൊക്കെ വേണം. എന്താടാ വായില്? ഇതാ എനിക്ക് വന്നെന്ന് പറഞ്ഞത്. എന്റെ വായിൽ സാധനം കൊണ്ട് എടുത്തോ. ഒട്ടും പൊടിയൊക്കെ എടുത്ത് വായിടും. പിണങ്ങി ഓടി ഞങ്ങള് പോയതിന്. പക്ഷെ നീ പിണങ്ങി ഓടി പെണ്ണെ. എന്തിയായിരുന്നു ഇസുവാലി ഇവിടെ? എന്തിയായിരുന്നു നമ്മളില്ലാഞ്ഞപ്പോ? നീ എപ്പോഴും കളിക്കാം.
പിടിച്ചോ. ചേച്ചി, തുമ്പി ചേച്ചി. നിന്റെ അലർച്ചയില് ആ ബോള് നിറയെ പോയി. എന്തിനാണ് അവൾ പിടിച്ചു മാറ്റുന്നത്? എന്തോ ഓ മമ്മേനെ കേട്ടോ, അവളെ പിടിച്ചു മാറ്റി എന്താന്നറിയോ? മമ്മയുടെ കാലിൽ വെച്ച് അവള് കടിക്കുകയായിരുന്നു. പറ്റാത്ത കാര്യം വരുമ്പോ ഡാഡാ എന്നല്ല അറിയാ പോരെ. ഓ എനിക്ക് മമ്മ നല്ലതാ. അത് ആരുടെ ബോളാ? അല്ല ഏതു അത് ആരുടെ ബോളാ? ആരുടെ അത്? ഏത്? അവളുടെ. ആരുടെ ബോളാ അത്? ചേച്ചി. ഇത് ചേട്ടന് കൊടുക്കോ? ചേട്ടാ വിളിക്കാൻ വന്നാ ഡാഡയ്ക്ക് തരുമോ? ഡാഡയ്ക്ക് തരുമോ? ഡാഡിയുടെ ഫോണാ. ശരി, താങ്ക് യു. മമ്മയ്ക്ക് തരാവോ ബോള്? മമ്മയ്ക്ക് തരാവോ? എന്നെ എങ്ങനെയാണ് പറ്റിക്കും ഇങ്ങനെ? മമ്മ പറ്റിച്ചേ. ഏതോ നിന്നെ വിളിക്കുന്നു. ഓ തൊന്തോ തൊന്തോ. തൊട്ടേ തൊട്ടേന്ന് പറയുമ്പോ തൊട്ടോ. ആലി ഇന്ന് ഞങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ആലി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഈസും കുറച്ചു നേരം കളിച്ചിട്ട് അവളുടെ പാട് നോക്കി പോയി. എന്റെ ഉപ്പുപ്പി എന്റെ ഒന്നും മിണ്ടാതെ നടന്ന് ഉറങ്ങുന്നേ. ഉപ്പുപ്പി ഉറക്കാണ് കേട്ടോ. ഉപ്പുപ്പുപ്പുപ്പുപ്പി. എന്താ